ഓക്കെ, ഇവിടെയാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 200 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 30 മീറ്റർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു, മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. മുകളിലെ പ്രസ്താവന കൊണ്ട് ശരിയാവുന്ന ഏതാനും വസ്തുക്കൾ നൽകുന്നു, ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ ഈ വന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. കാരണം എല്ലാം എളുപ്പമാണ്, പക്ഷെ എന്നാലും കുറച്ച് സമയമെടുത്ത് ചെയ്താൽ മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്താലാണല്ലോ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടാൽ പോരാ, 2 3 ചോദ്യത്തിന് ഉത്തരം കാണാം. ഇവിടെ നമുക്ക് 200 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അല്ലേ, അപ്പോൾ 200 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി വേഗത എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത, 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പോകുന്നു. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇനി നമുക്ക് ചോദ്യം എന്താണ്? 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 10 സെക്കൻഡ് കൊണ്ട് എങ്ങനെ മറികടക്കും എന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ ഇതിൽ ശരിയാകുന്ന വസ്തുതകൾ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഒന്ന് ശരിയാണെങ്കിൽ നമുക്ക് അത് ശരിയാണെന്ന് മനസ്സിലാക്കാം, ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ എടുത്തു, അതെടുത്ത് ചെയ്യുന്ന എന്താണ് നമ്മൾ ചെയ്യാൻ പോവാണ്. 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിനെ അല്ലേ, 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുമെന്നാണ് പറയുന്നത്. അതായത് 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. അതായത് ഇവിടെ 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന്, 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാം, ദൂരം കിട്ടുന്നത്. ഓക്കെ, 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുമെന്നാണ് പറയുന്നത്. അതിന്റെ വേഗത എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത. അപ്പൊ നമുക്ക് 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകാൻ 30 നോക്കൂ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 600/30 ചെയ്ത് കഴിഞ്ഞാൽ ഇതും വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി 2, 20 സെക്കൻഡ് ആണ് ഇവിടെ എടുക്കുന്നത്. ആ സ്പീഡിലാണ് പോണതെങ്കിൽ, അതായത് 20 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അത് 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 10 സെക്കൻഡ് കൊണ്ടല്ല കടന്നു പോകുന്നത്. എത്ര സെക്കൻഡ് കൊണ്ടാണ്? 20 സെക്കൻഡ് കൊണ്ടാണ് കടന്നു പോകുന്നത്. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ അടുത്തൊരു ചോദ്യമാണ്, തീവണ്ടിയുടെ വേഗത കണ്ടോ, 108 കിലോമീറ്റർ പെർ മണിക്കൂർ ആണ് എന്ന് പറയും. തീവണ്ടിയുടെ വേഗത 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയാണ്. അപ്പം നമ്മൾ മീറ്റർ പെർ സെക്കൻഡിനെ വേഗത കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ എത്രയാണ് പറഞ്ഞത്? 108 കിലോമീറ്റർ മണിക്കൂർ പെർ സെക്കൻഡ്. അപ്പൊ ഈ 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ 108 കിലോമീറ്റർ പെർ അവർ, ഇവിടെ 108 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ പോകുന്നതിനെ നമ്മൾ 5/18 കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 30 കിട്ടണം. അത് കിട്ടുന്നുണ്ടോ നോക്കണം. അത് കിട്ടിയാൽ അത് ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് വെട്ടിപ്പോകുന്നു, ഇത് വെട്ടിപ്പോവോ നോക്കാം അല്ലേ. 9 2 പ്രാവശ്യം, അപ്പൊ ഇതിൽ 12 പ്രാവശ്യം. ഇത് വീണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 6 പ്രാവശ്യം. 6 × 5 എത്രയാ കിട്ടുന്നത്? 30. അപ്പൊ ഇത് ശരിയാണ്, 30 കിട്ടുന്നുണ്ട്. അപ്പോൾ മനസ്സിലായത് എന്താ? തീവണ്ടി വേഗത 108 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ്. അപ്പൊ ഇത് ശരിയാണ്. അത് ശരിയായാൽ പിന്നെ ബാക്കി 2 ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവരുത്. കാരണം എന്താ? ശരിയായത് ഏതെന്ന് മാത്രമാണ്. അതും ABCD ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാണ്, ഓൾറെഡി ഇതും തെറ്റായിരിക്കും, ഇതും തെറ്റായിരിക്കും. ചെയ്ത് സമയം കളയരുത്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഇതാണ് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ പറ്റുമെന്നത് പഠിച്ചു വെക്കണം. നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. തന്നിരിക്കുന്ന വേഗതയെ 18/5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ കഴിയും. അപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ ഉത്തരമായി എന്നതാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 25% 150 കൂട്ടിയപ്പോൾ ആ സംഖ്യ കിട്ടി എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത്. ശതമാനത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പം ചെയ്യാവുന്നതാണ്. ഒരു സംഖ്യയോട്, അപ്പം ഒരു സംഖ്യ അതിനോട് ഒരു സംഖ്യയുടെ 25%, അതായത് ഇതിന്റെ 25% എത്ര കൂട്ടിയാല്? 150 കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും എന്നാണ് പറയുന്നത്.
ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത് ഒരു സംഖ്യയുടെ 25% അതിനോട് 150 കൂട്ടിയാൽ, അപ്പൊ ഈ 150 കിട്ടിയാൽ ആ സംഖ്യനെ കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ 25% ഇവിടെ ഏതിനോട് കൂട്ടിയത്? 150നോട്. അതിന്റെ അർത്ഥം ഈ 150 എന്ന് പറയുന്നത് 75% അല്ലേ? അതായത് ആ സംഖ്യയുടെ 75%നോട് 25% കിട്ടുമ്പോൾ എത്ര കിട്ടും? 100% കിട്ടും എന്നാണ് പറയുന്നത്. ആ സംഖ്യ തന്നെയാണല്ലോ കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ 25%നോട് 75% കൂട്ടിയപ്പോൾ 100% കിട്ടി. അതായത് 25%നോട് 150 കൂട്ടിയപ്പോൾ, 150 എന്ന് പറയുന്ന സംഖ്യ കൂട്ടിയപ്പോൾ, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ 75% എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണെന്നാണ്. അതായത് ഒരു സംഖ്യയുടെ 75% എന്ന് പറയുന്നത് 150 ആണെങ്കിൽ ഇവിടെ 1% എന്ന് പറയുന്നത് 150 ഡിവൈഡഡ് ബൈ 75. അങ്ങനെയാണെങ്കിൽ അതിന്റെ 100% കാണാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇതിനെ വെട്ടിക്കഴിഞ്ഞു, ഇതിനെ വെട്ടിക്കഴിഞ്ഞു. ഇതിൽ 25 3 പ്രാവശ്യം, ഇതിൽ 4 പ്രാവശ്യം, ഇതിനെ വെട്ടി, ഇത് 5 പ്രാവശ്യം. അപ്പൊ 50 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 200. ഇതാണ് എന്ത് നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു സംഖ്യയുടെ 25%നോട് 150 കൂട്ടിയപ്പോൾ ആ സംഖ്യ കിട്ടി. അതായത് ആ സംഖ്യയുടെ 25% ഇവിടെ കഴിഞ്ഞു, പിന്നെ 75% 150. അത് കൂട്ടുമ്പോഴാണ് നമുക്ക് എക്സ് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 150 എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 75%. അപ്പോൾ ഒരു സംഖ്യയുടെ 75% 150 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 150/75. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആ സംഖ്യ കിട്ടും. ആ സംഖ്യ 100% ആണല്ലോ. ഏതൊരു സംഖ്യ 100% ആണല്ലോ. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആ സംഖ്യ കിട്ടും. 200 കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ക്ലോക്കിലെ സമയം രാവിലെ 9:30 മണിയായാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ക്ലോക്കിലെ സമയം രാവിലെ 9:30 മണി എന്നാണ് പറയുന്നത്. 9:30 മണി, 9:30. അപ്പൊ ഇത് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എളുപ്പത്തിൽ നമുക്ക് കുറെ എഴുതി മാർക്ക് വാങ്ങുക എന്നതല്ലല്ലോ, നമുക്ക് വേണ്ടത് പെട്ടെന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ചില ഇക്വേഷൻസിൽ ഒന്ന് ഇതാണ്: 30 ഇൻറ്റു ഹവേഴ്സ് 11/2 ഇൻറ്റു മിനിറ്റ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. 30 ഇൻറ്റു ഹവേഴ്സ്, ദെൻ 11/2 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. എച്ച് എന്ന് പറയുന്നത് ഹവർ ആയിട്ടും എം എന്ന് പറയുന്നത് മിനിറ്റ് ആയിട്ടും എടുത്താൽ നമുക്കിതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഉത്തരമായി. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. 30 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 9 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എന്ന് പറയുന്നത് 30. അപ്പൊ നമുക്ക് ഇവിടെ വെട്ടിപ്പോയി ഇത് 15 പ്രാവശ്യം. അപ്പൊ 3 9 270 മൈനസ് 11 ഇൻറ്റു 15 165. അപ്പൊ നമുക്ക് 270 165 കുറച്ചാൽ 5 0 100 105 ആയിരിക്കും ഇതിന്റെ ഉത്തരമായി വരിക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 105 എന്ന് പറയുന്ന ഉത്തരമാണ്. കിട്ടിയല്ലോ, 105 എന്ന് പറയുന്ന ഉത്തരമാണ് ഇതിന്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. 30 ഇൻറ്റു എച്ച് മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഹവറും എം എന്ന് പറയുന്നത് മിനിറ്റുമാണ്. അങ്ങനെയായാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത് എന്നതാണ്. ഇവിടെ ഈ ചോദ്യങ്ങൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും, കാരണം സംഖ്യകൾ അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് സംഖ്യകൾ കുറച്ചൊക്കെ പരിചയം ഉണ്ടായിരിക്കും. അപ്പൊ 49, പിന്നെ അത് കഴിഞ്ഞാൽ 121, പിന്നെ 169, പിന്നെ 289. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണമെങ്കിൽ ഈ ശ്രേണികൾ പലപ്പോഴും നമ്മൾ സംഖ്യയോട് അത്രയും പരിചയപ്പെട്ട് കഴിഞ്ഞാലാണ് കിട്ടുക. അപ്പൊ വർഗ്ഗങ്ങളും ക്യൂബുകളും അതൊക്കെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇവിടെ 49 എന്ന് പറയുന്നത് നമുക്കറിയാം 7ന്റെ സ്ക്വയർ ആണ് എന്ത് 49 എന്ന് പറയുന്നത്. അപ്പൊ 121 എന്ന് പറയുന്നതോ 121 എന്ന് പറയുന്നതോ അത് 11ന്റെ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ 169 എന്ന് പറയുന്നതോ ആലോചിച്ച് നോക്കും, 169 അത് എത്രേന്റെയാണ്? 13ന്റെ സ്ക്വയർ ആയിട്ടാണ്. അപ്പൊ എന്ത് മനസ്സിലായി ഇവിടെ? അഭാജ്യ സംഖ്യകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് 7 11 13 അങ്ങനെയാണ് ഗുണിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതിന്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ
7 പറഞ്ഞിട്ടുള്ളത്, 11 പറഞ്ഞത്, 13 പറഞ്ഞത്. അപ്പൊ നമുക്ക് 7, 11, 13, പിന്നെ നമുക്ക് ഏതാ വരിക? 17 വരും അല്ലേ? അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നുള്ളതാണ്, ഇതിന് ശേഷമുള്ളതല്ലല്ലോ നമുക്ക് വേണ്ടത്, അതിന് മുൻപുള്ളതാണ്. ഇതിന് 7 മുൻപുള്ളത് പിന്നെ ഏതാ വരുന്നത്? 5 വരുന്നത്. ആലോചിച്ച് നോക്കൂ, 5. അപ്പോൾ 5, 7, 11, 13, 17 അങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ 5. പിന്നെ അതിന് മുൻ വരുന്നതോ 2. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 2 വെച്ചിട്ടില്ല, 5ന്റെ ആണ്. അപ്പൊ 5 അടുത്ത് വരുന്നത്. 5ന്റെ സ്ക്വയർ ആയിട്ട് വരുന്നത് 25. അപ്പൊ നമുക്കിവിടെ ഉത്തരം 5. 5ന്റെ സ്ക്വയർ 25. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ശ്രേണികൾ പരിചയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് എന്ന് പറയുന്നത്, ശ്രേണികളല്ല ശരിക്കും പാറ്റേൺസ്, ഈ സമാന്തര ശ്രേണി അല്ലെ, APGP അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രേണികൾ ഇപ്പോൾ മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ പാറ്റേണുകൾ മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സംഖ്യകളെ നന്നായിട്ട് പരിചയപ്പെടണം. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൂടുതൽ കിട്ടുകയുള്ളൂ. എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സംഖ്യകൾ കാണുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു. ആദ്യത്തെ 75 ഇരട്ട സംഖ്യകളുടെ ശരാശരിയെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. അപ്പോൾ ഈ ചോദ്യമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഉത്തരം എഴുതി പോകാൻ സാധിക്കണം. അപ്പം നമുക്ക് ഇവിടെ അറിയാം, ഇപ്പം ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n+1/2 എന്ന് പറയും. ഇരട്ട സംഖ്യകളുടെ അല്ലേ, ആദ്യത്തെ n എണ്ണൽ സംഖ്യയാണത്. ഇനി ഇരട്ട സംഖ്യയാണെങ്കിലോ, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടേത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുക കാണാൻ പറയുകയാണെങ്കിൽ n × n+1 ആണ് തുക കാണാൻ പറയുമ്പോൾ. ഇനി ഒറ്റ സംഖ്യയാണെങ്കിലോ n² ആണ്. ഇങ്ങനെയാണ് തുക. എന്നിട്ട് തുക കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ശരാശരി കിട്ടുക അല്ലെ? തുക കണ്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? ശരാശരി കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതിന് ഉത്തരം കിട്ടാൻ. അപ്പൊ ഇതിനൊരു 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ എത്രയാണോ എണ്ണൽ, അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യ എന്നല്ലേ, ആ n-ന്റെ പകുതി എടുക്കുക പ്ലസ് 0.5 ആഡ് ചെയ്യുക. അപ്പം ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ എത്ര എണ്ണാണോ അതിന്റെ പകുതി എടുക്കുക, 0.5 ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 10ന്റെ പകുതി എടുക്കുക പ്ലസ് 0.5 ആഡ് ചെയ്യുക. അതായത് 5.5. ഇതായിരിക്കും ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? n × n+1/2 ചെയ്ത് തുക കണ്ട് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n/2 എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഏതും പഠിച്ചു വെക്കുക. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ അത് കാണേണ്ടത് n+1 ആണ്. n+1 ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 10 + 1 11. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ, ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 10 + 1 11 ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാലോ 100 + 1 101. അപ്പോൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ആണെങ്കിൽ ആ 10ന്റെ പകുതി എടുക്കുന്നു, 0.5 ആഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇതേപോലെ ഒറ്റയുടേത് കാണാനാണെങ്കിലോ, ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ ഒന്നും ആലോചിക്കേണ്ട, ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ ആ 10 തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അത് 10 തന്നെയാണ്. എന്ന് മനസ്സിലാക്കി വെക്കുക. അത് 10 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഞാൻ പറഞ്ഞു തന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ആദ്യത്തെ 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ n+1 അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 75 + 1 76. ഇത് ഒറ്റയടിക്ക് കാണാൻ പറ്റും. ഇനി അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം? n × n+1
1 ഇതാണല്ലോ തുക. അതായത് 75 ഇൻറ്റു 75 പ്ലസ് 1 ഇതാണ് തുക ബൈ 75. അപ്പൊ ഇതും വെട്ടിപ്പോയാൽ 76. അപ്പൊ നമുക്ക് ശരാശരി എത്ര കിട്ടി? 76. അത് തന്നെയാണ് ഇവിടെ 76 കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ കിട്ടിയത് 76 ആണ്, ഇവിടെയും കിട്ടിയത് 76 ആണ്. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇതിനോട് 1 കൂട്ടിയാൽ നമുക്ക് ആദ്യത്തെ ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ കഴിയും, 1 കൂട്ടിയാൽ. അപ്പൊ ഇവിടെ 76 ആണ് ഉത്തരം കിട്ടിയത്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ 76നെ 4 കൊണ്ട് ഈസി ആയിട്ട് ഹരിക്കാൻ പറ്റും. നമുക്ക് ആലോചിക്കാം, 7 പോകും, 16 പോകും. അപ്പോൾ കൃത്യമായിട്ട് 4 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് നിശേഷം ഹരിക്കാം, കാരണം ഇരട്ട സംഖ്യ ആകുമ്പോൾ തീർച്ചയായിട്ടും 2 കൊണ്ട് ഹരിക്കാം. പക്ഷേ ഇനി 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇവിടെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 76നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് അക്കത്തുക 4 ആയിരിക്കും. 76ന്റെ അക്കത്തുക ഇവിടെ മനസ്സിലാക്കേണ്ടത് അക്കത്തുക എന്നാണ്. അക്കത്തുക എന്ന് പറഞ്ഞാൽ 7ഉം 6ഉം 13, 13ഉം 1ഉം 3ഉം 4 ഇതാണ് അക്കത്തുക. അപ്പൊ അക്കത്തുക 4 ആണ്, അതും കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ തെറ്റായിരിക്കുന്നത് 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല എന്നതാണ്. കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാനൊന്നുകൂടി പറയുന്നു. ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് ആദ്യത്തെ 75 ഇരട്ട സംഖ്യകളുടെ ശരാശരിയെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഇത് എന്നാണ്. അപ്പോൾ ഈ 75 ആദ്യത്തെ 75 എന്ന് പറയുമ്പോൾ നമ്മൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 75 പ്ലസ് 1 76 ഇതാണ് ഏത്? ശരാശരി. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പ്രകാരം ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ഈ n-നോട് 1 കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ 75 ഇരട്ട സംഖ്യ എന്നാണ്. അപ്പോൾ 75നോട് 1 കൂട്ടി 76 കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 76നെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 76നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. 76നെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ട് അതാണ് ഇത് തെറ്റായിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് ഇതിന്റെ അക്കത്തുക. 76ന്റെ അക്കത്തുക. 76ന്റെ അക്കത്തുക എന്ന് പറഞ്ഞാൽ 7ഉം 6ഉം 13. ഇതല്ല അക്കത്തുക, ഇത് അക്കങ്ങളുടെ തുകയായിട്ടുള്ളൂ. അക്കത്തുക എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 1 ഡിജിറ്റ് ആക്കി മാറ്റണം. അപ്പോൾ 13നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 + 3 = 4. ഇതാണ് എന്ത്? അക്കത്തുക. ഇതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായി വരുന്നത് ആര് മാത്രമാണ്? ഇവ മാത്രമാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റായി വരുന്നത് സി എന്ന ഓപ്ഷൻ ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്തതൊരു സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെ ബഞ്ച് ഗ്രേപ്സ് ഡാഷ് സെയിലേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇംഗ്ലീഷിലും വരുന്ന ഒരു ഭാഗമാണ്. കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ വരുന്നതാണ്. കളക്റ്റീവ് നൗൺസ് എന്ന് പറയും. അപ്പോൾ ബഞ്ച് ഓഫ് ഗ്രേപ്സും ക്രിയോസ് അല്ലെ ക്രൂ മെമ്പേഴ്സ് ഇവിടെ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയില്ലേ? ക്രൂ എന്ന് പറയുന്നില്ലേ നമ്മൾ? സിനിമ ക്രൂ മെമ്പേഴ്സ്, ഒരു നമ്പർ ഓഫ് മെമ്പേഴ്സിനെ പറഞ്ഞാൽ അല്ലെ ക്രൂ ഓഫ് സെയിലേഴ്സ് എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഇത് ഒരു ഇംഗ്ലീഷ് ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് സമാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ക്രൂ ആണ് വരുന്നത്. ഇത് ബേബി ഓഫ് ഗേൾസ് ഒക്കെ വരുന്നതാണ്. ബേബി ഓഫ് ഗേൾസ് ലേഡീസ് അത് ബേബിയാണ്. കോളനി ഓഫ് ആൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. കോളനി ഓഫ് ഉറുമ്പുകൾ ആൻസ് അല്ലെ. അതുപോലെ ഹീപ്പ് ഓഫ് വേസ്റ്റ്, സ്റ്റോണ്, സാൻഡ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂമ്പാരം എന്നാണ്. അപ്പോൾ ഹീപ്പ് ഓഫ് അതൊക്കെ വരും. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വരുന്നത് ക്രൂ മെമ്പേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മറ്റൊന്ന് 79ാമത്തെ ചോദ്യമാണ്. ABC എന്നിവയുടെ ശരാശരി 12, എയുടെയും ബിയുടെയും ശരാശരി 10, സിയുടെ വില എന്ത്? നമുക്ക് സാധാരണ ചെയ്യാവുന്ന കാര്യമാണ്. A + B + C. അതായത് നമുക്ക് 3 സംഖ്യകളുടെ ശരാശരി കാണാൻ ആദ്യം എന്ത് ചെയ്യണം? 2ഉം 3ഉം കൂടെ കൂട്ടണം. എന്നിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ A + B + Cനെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന അവർ പറയുന്ന ഉത്തരം 12 ആണ്. അതിൻ്റെ അർത്ഥം A + B + C എന്ന് പറയുന്നത് 12 ഗുണിക്കണം 3 എന്നാണ്. 12 ഗുണിക്കണം 3 അതായത് 36. എന്ത് മനസ്സിലായി? 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 36 ആണ്. ഇനി ഇവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുള്ള എന്താ? എയുടെയും ബിയുടെയും ശരാശരി. A + B + അല്ലെ എയുടെയും ബിയുടെയും ശരാശരി, അതായത് എയും ബിയും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശരാശരി 10 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എയും ബിയും
20. അതായത് എയും ബിയും കൂട്ടിയാൽ 20 ആണെന്നും കൂടി മനസ്സിലായി. അപ്പൊ എയും ബിയും കൂട്ടിയാൽ 20, എയും ബിയും സിയും കൂട്ടിയാൽ 36. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക്, ഒന്നെന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് 2നെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ 2നെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 36 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എയും ബിയും അവിടെ തന്നിട്ടുള്ളത് എത്രയാണ്, 20 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, 20 പ്ലസ് സി ഈക്വൽ ടു 36. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സി ഈക്വൽ ടു 36 മൈനസ് 20 ഈക്വൽ ടു 16. നമുക്ക് സി ഈക്വൽ ടു 16 എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 16 ആയി വരുന്നത് 6 അല്ല, 16 ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ അതാണ് ഉത്തരമായി വരുന്നത്. കിട്ടിയല്ലോ. റെഡി. അടുത്തൊരു ചോദ്യം, 80 ശരിയായത് ഏത് എന്നൊരു ചോദ്യമാണ്. ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. അത് 12 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ രാമാനുജ സംഖ്യയല്ല, 4 അക്ക അനക സംഖ്യയാണ് 82, 18. 28, 15ന്റെ അക്കങ്ങളുടെ തുക 7 ആണ്. ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ ഏത്, 97 ആണ്. അപ്പൊ ഇവിടെ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ അതിൽ ഒന്നേ ശരിയായിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, 12 ക്യൂബ് 1 സ്ക്വയർ രാമാനുജ സംഖ്യ അല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം 17, 29 ആണ് രാമാനുജ സംഖ്യ. അപ്പൊ 12ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 17, 28 പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1, 17, 29. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, രാമാനുജ സംഖ്യയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പറയുന്നത് 4 അക്ക അനക സംഖ്യയാണ് 81, 82, 18. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇത് രാമാനുജ സംഖ്യയാണ്, അപ്പൊ രാമാനുജ സംഖ്യ അല്ല എന്നാ പറയുന്നത്. അപ്പൊ ഇത് ഇതാണ് ശരിയായത് ഏതെന്നാണ്. അപ്പൊ ഇത് ശരിയല്ല, കാരണം രാമാനുജ സംഖ്യ ആണെന്ന് പറഞ്ഞാലാണ് ഇത് ശരിയാവുക. ഇത് രാമാനുജ സംഖ്യ അല്ല എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും രാമാനുജ സംഖ്യയാണ്, അത് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണ്, അത് തെറ്റാണ്. അപ്പൊ ഇനി ഇവിടെ 4 അക്ക അനക സംഖ്യ, നമുക്ക് അനക സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ 6 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6ന്റെ പ്രൈം അഭാജ്യ സംഖ്യ, ഭാജ്യ സംഖ്യകളായിട്ട്, ഭാജ്യ ഘടകങ്ങളായിട്ട് വരുന്നത്, 6ന്റെ ഘടകങ്ങളായി വരുന്നത് 1, 2, 3, 6 എന്നാണ്. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് 1, 2, 3, 6 എന്നാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12 ആണ് കിട്ടുക. അതായത് ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 12 ആണ് കിട്ടുക. അപ്പൊ ഇങ്ങനെയുണ്ട് അനകസംഖ്യ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ഫാക്ടേഴ്സ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടും. അപ്പൊ 6ന്റെ ഇരട്ടി കിട്ടും 12. ഇനി ആ സംഖ്യ ഒഴിവാക്കി കഴിഞ്ഞാലോ ആ അനകസംഖ്യ തന്നെയാണ് കിട്ടുക. അതായത് ഈ സംഖ്യ ഒഴികെ ബാക്കി ഘടകങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അനകസംഖ്യ തന്നെ കിട്ടും. ഇതാണ് 2 കണ്ടീഷൻ അനകസംഖ്യയുടെ. അപ്പൊ അനകസംഖ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എടുത്താൽ അതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി കിട്ടുമെങ്കിൽ, ആ സംഖ്യയുടെ അനകസംഖ്യയുടെ ഇരട്ടി കിട്ടുമെങ്കിൽ അത് അനകസംഖ്യയാണ്. ഇനി അതിന്റെ ഫാക്ടേഴ്സിൽ ആ സംഖ്യ ഒഴികെ ബാക്കി എല്ലാ സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാൽ ആ അനകസംഖ്യ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, അനകസംഖ്യയാണ്. അപ്പൊ ഈ 2 കണ്ടീഷൻ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ അനകസംഖ്യ 6 ആണ്. പിന്നെ വരുന്നത് ഏതാണ്, 28 ആണ്. പിന്നെ 496 ആണ് വരുന്നത്. പിന്നെ 8, 1, 2, 8 ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് അനകസംഖ്യകൾ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, 4 അക്ക അനകസംഖ്യയാണ് 8, 1, 2, 8 ആണ്. 8, 2, 1, 8 അല്ല. അപ്പൊ ഇതും തെറ്റാണ്, ഇതും തെറ്റാ. അപ്പൊ മനസ്സിലായല്ലോ, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഓക്കെ. ഇത് രാമാനുജ സംഖ്യ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തെറ്റായത്, ഇത് അനകസംഖ്യ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തെറ്റായത്. ഇനി 28, 15ന്റെ അക്കങ്ങളുടെ തുക 7 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 28, 15 അക്കങ്ങളുടെ തുക ഇവിടെ പറഞ്ഞെന്താണ്, അക്കങ്ങളുടെ തുക 7 എന്നാണ്. അക്കങ്ങളുടെ തുക നോക്കൂ, 2, 8, 10, 10, 1, 11, 11, 5, 16. അക്കങ്ങളുടെ തുക എത്രയാണ്, 16 ആണ്. എന്നാൽ അക്കത്തുക ചോദിച്ചാലോ അത് 7 ആണ്. ഓക്കെ, അക്കത്തുക 7 ആണ്. അക്കത്തുക കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രയാണ്, 1 + 6 = 7. ഇത് അക്കത്തുകയും ഇത് അക്കങ്ങളുടെ തുകയുമാണ്. ഇവിടെ പറഞ്ഞ ഏതാ, അക്കങ്ങളുടെ തുക എന്നാണ്. അപ്പൊ അക്കങ്ങളുടെ തുക എത്രയാണ്, 16 ആണ് വേണ്ടത്. അപ്പൊ ഇതും തെറ്റാണ്. ഇനി വരുന്നത് ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ 97. നമുക്കറിയാം ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാ, 99. അത് നമുക്ക് എന്താണ്, അഭാജ്യ സംഖ്യ അല്ല. കാരണം 3ന്റെ ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 11 ഒരു ഫാക്ടറാണ്, 9 ഒരു ഫാക്ടറാണ്. അപ്പൊ നമുക്കറിയാം അഭാജ്യ സംഖ്യ അല്ല. പിന്നെ വരുന്നത് 98 ആണ്, അതും എന്തല്ല, അഭാജ്യ സംഖ്യ അല്ല. പിന്നെ വരുന്നത് 97 ആണ്. ഇതാണ് 2 അക്ക സംഖ്യകളിലെ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയാണ്. ഇനി ഈ 3 എണ്ണം നമുക്ക് അറിയില്ലെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. കാരണം ശരിയായത് ഏത് മാത്രമാണ്, ഇത് മാത്രമാണ് വരുന്നത്.
കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ശരിയാണ്, അൾട്ടിമേറ്റ് ശരിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി കറക്റ്റ് ശരിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഏകദേശം 10-15ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം വ്യക്തമായി മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. പൈതഗോറസ് ത്രയങ്ങൾ പറഞ്ഞത് മുതലാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇനി അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഏപ്രിൽ 20-ാം തീയതി, അടുത്ത മാസം ഏപ്രിൽ 20-ാം തീയതിയാണ് ഒരു കോമൺ എക്സാം വെക്കുന്നത്. ആ കോമൺ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഇതുപോലെ ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ വരുന്നതാണ്. അതും ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സയൻസ് അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി പഠിക്കുക. ഏപ്രിൽ 20-ന് നിങ്ങൾ സ്കോർ ഒന്നും കൂടി കൂട്ടാൻ ശ്രമം നടത്തുക. എയ്സിൽ മാത്രമല്ല, മറ്റുള്ള കുട്ടികൾക്ക് കൂടി നടത്തുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഭാഗമാകാൻ പറ്റുകയും ചെയ്യും. റാങ്ക് നിർണ്ണയിക്കാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ആദ്യം വരുന്ന റാങ്കുകാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഇനി വരുന്ന എല്ലാ എക്സാംസുകളിലും 20 കഴിഞ്ഞാൽ വരുന്ന എക്സാംസുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മലയാളം മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.